റിയൽ ഭാഗം 8. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. അതേ സുന്ദരമായ പുഞ്ചിരി, ആ തിളക്കമുള്ള കണ്ണുകൾ, ഇനി ഒരിക്കലും തൻ്റെ മുമ്പിൽ വരരുതേ, കാണരുതേ എന്നാശിച്ച ആ പുഞ്ചിരിയും നോട്ടവും ഇതാ വീണ്ടും മുന്നിൽ. സഫർ ആസിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. ആസിയുടെ ഞെട്ടൽ അപ്പോഴും മാറിയിരുന്നില്ല. പൂമുഖത്ത് സഫറിനെ കൂടാതെ സഫറിൻ്റെ കൊച്ചാപ്പയും കൊച്ചുമ്മായും കൂടിയുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആസിയ ഇക്കാക്കയെ തിരഞ്ഞു. മോളെ പറയൂ. അനസിൻ്റെ സ്വരം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലെ ചെയറിൽ നിന്നും കേട്ടു. നിനക്ക് സഫറിനെ ഇഷ്ടമായോ? എന്തു പറയണമെന്ന് ആസിയ കരഞ്ഞുകൂടായിരുന്നു. ലജ്ജയാൽ അവളുടെ മുഖം കുനിഞ്ഞുപോയി. സഫറിപ്പോൾ പടച്ചവന് തൃപ്തിപ്പെട്ട നിലയിൽ നിന്നെ നിക്കാഹ് ചെയ്യുവാൻ വേണ്ടി പെണ്ണുകാണൽ ചടങ്ങിന് വന്നിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം സഫർ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. സഫറിൻ്റെ ഇഷ്ടം മോൾ അവഗണിച്ചു പോകുമ്പോഴൊക്കെ അവന് നിന്നോടുള്ള ഇഷ്ടവും മതിപ്പും കൂടുകയായിരുന്നു. അന്ന് ലാസ്റ്റ് നിങ്ങൾ കണ്ടു പിരിഞ്ഞതിന് ശേഷം സഫർ അന്വേഷിക്കുകയായിരുന്നു ഇവിടെ വന്ന് വിവാഹം ആലോചിക്കാൻ വേണ്ടി. മോളെൻ്റെ പെങ്ങളാണെന്ന വിവരം സഫർ പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഇക്കാക്കയോട് വന്ന് ആലോചിച്ചത്. സഫറാണ് മോളെ ആലോചിച്ചത് എന്നുള്ള വിവരം ഈ ദിവസം മോൾ അറിഞ്ഞാൽ മതിയെന്നും ഇക്കാക്കയോട് പറഞ്ഞിരുന്നു സഫർ. അത് പറഞ്ഞ് അനസ് സഫറിൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചു. എന്താ അതിന് പറയുന്നേ? സഫറിൻ്റെ കൊച്ചാപ്പ ചിരിച്ചുകൊണ്ട് ഉറക്കെ ചോദിച്ചു. ഓ, സർപ്രൈസ്! അതിനുള്ള മറുപടിയും അദ്ദേഹം തന്നെ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആസിയുടെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരി ഉദിച്ചു. മോളെ എന്താ ഒന്നും പറയാത്തത്? സഫറിന് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ, അനസ് വീണ്ടും ചിരിയോട് അന്വേഷിച്ചു. ആസിയ മുഖം കുമ്പിട്ട് നിന്ന് പുഞ്ചിരിക്കുകയാണ്. ആ മുഖത്തെ പുഞ്ചിരിയുടെ ഭംഗി ഇഷ്ടത്തോടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് സഫറിൻ്റെ ചോദ്യം. ആസിയ, എന്നെ നിക്കാഹ് ചെയ്യുവാൻ സമ്മതമല്ലേ? ഒരു നിമിഷത്തെ നിശബ്ദത. എനിക്ക് സമ്മതമാണ്. പിന്നീട് അവൾക്ക് അവിടെ നിൽക്കാനായില്ല. നാണത്തോടെ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു ആസിയ. സഫറിൻ്റെ ഹൃദയത്തിൽ 1000 പ്രണയവർണ്ണങ്ങൾ വിടർന്നു. അവളുടെ ആ ഉത്തരവും ഓട്ടവും മനസ്സിൽ താലോലിച്ചുകൊണ്ടവൻ പുഞ്ചിരി തൂകി. സഫറിൻ്റെ കൊച്ചുമ്മ എഴുന്നേറ്റ് ആസിയുടെ പിറകെ പോയി. അവർക്ക് ആസിയെ ഒരുപാട് ഇഷ്ടമായി. നല്ല അതവും സൗന്ദര്യമുള്ള പെൺകുട്ടി തന്നെ. ആ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ കഴിയാത്ത സൗന്ദര്യം. ഇവൾ സഫറിന് ചേരുന്നവൾ തന്നെ. ചുമ്മാതല്ല അവൻ പാടെ വീണുപോയത്, കൊച്ചുമ്മ ചിന്തിച്ചു. മോളെ, കൊച്ചുമ്മ സ്നേഹത്തോടെ വിളിച്ചു. സുന്ദരിക്കുട്ടിയാട്ടോ. ആസിയുടെ കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് കൊച്ചുമ്മ അവളുടെ വലിയൊരു ഫാനായി മാറി. അവർക്ക് അവളോടുള്ള ഇഷ്ടം വർദ്ധിക്കുകയും ചെയ്തു. ആസിയുടെ ഉമ്മായും അവരോടൊപ്പം സന്തോഷങ്ങളും വിശേഷങ്ങളും പങ്കിട്ടു. ഇതേ സമയം അനസ് ആസിക്ക് കൊടുക്കുന്ന സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എങ്ങനെയും അവൾക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ ഒപ്പിച്ചു തരുന്നുണ്ട്. അത് കേട്ട സഫർ പെട്ടെന്ന് ഇടപെട്ടു. അനസിക്ക, എനിക്കൊരു തരി പൊന്നോ സ്ത്രീധനമോ ഇവിടെ നിന്നും നിങ്ങൾ തരരുത്. ഞാൻ ആസിയെ മാത്രം ആവശ്യപ്പെട്ടത്. ആസിയാണ് എൻ്റെ ധനം. ആ സ്വഭാവമാണ് അവളുടെ ആഭരണം. അവൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ തന്നെ മഹർ കൊടുത്ത് സ്വീകരിച്ചു കൊള്ളാം. അതിന് ആസിക്ക എതിര് പറയരുത്. സഫറിൻ്റെ ദൃഢനിശ്ചയം പോലെയുള്ള സംസാരം. അനസിന് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അനസിൻ്റെ മനസ്സിൽ സഫറിനോടുള്ള മതിപ്പ് കൂടി വരികയായിരുന്നു. തൻ്റെ ആസി ഒരിക്കലും സഫർ കാരണം കരയേണ്ടി വരില്ല. തൻ്റെ പെങ്ങളെ സഫർ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും. അനസ് നന്ദിയോടെ ഓർത്ത് പടച്ചവനിൽ സ്തുതികളർപ്പിച്ചു. സഫറും കൂട്ടരും മടങ്ങിപ്പോകാൻ നേരം നിക്കാഹിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചിരുന്നു. തിരിച്ചു മടങ്ങാൻ നേരം സഫർ കണ്ണുകളാൽ ആസിയെ നോക്കി. സഫറിൻ്റെ മുഖത്തെ മനോഹരമായ പുഞ്ചിരി അസ്തമിക്കാതെ നിന്നിരുന്നു. പ്രിയപ്പെട്ടവളെ, അധികം വൈകാതെ തന്നെ നീ എന്നിലേക്കെത്തുമല്ലോ. ഇനി റബ്ബ് എൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും വരെ നിന്റെ മനോഹരമായ ആ ശബ്ദം ഞാൻ ശ്രവിക്കുകയില്ല. ആ ജ്വലിക്കുന്ന സൗന്ദര്യവും അന്നേ ഞാനിനി സ്വപ്നം കാണുകയുള്ളൂ. കാരണം നീ അറിയാതെ പോലും നിന്നെ അവകാശത്തോടെ അല്ലാതെ ഞാനിനി പ്രണയിക്കുകയില്ല. അതുവരെ എൻ്റെ ഈ പ്രണയത്തെ ഞാൻ കഷ്ടപ്പെട്ട് മാറ്റി നിർത്തിക്കോളാം. അവർ പോയപ്പോൾ ഉമ്മ ആസിയെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. എൻ്റെ പൊന്നു മോളെ, റബ്ബ് നിനക്ക് എത്ര സൗഭാഗ്യമാ കൊണ്ടുവന്നേ. ഉമ്മാക്ക് സന്തോഷമായി പൊന്നേ. അനസ് ഓടി വന്ന് പെങ്ങളെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. ഇക്കാക്കാടെ മുത്തേ, അവൻ ഈ സ്വത്തായ നിന്നെ മാത്രം മതിയത്രേ. ഒരു 5 പൈസ പോലും അവന് സ്ത്രീധനം വേണ്ട, നിന്നെ മാത്രം മതിയെന്ന്. ആസി അത് കേട്ട് ആശ്ചര്യത്താൽ പുഞ്ചിരി തൂകി. എല്ലാം റബ്ബിൻ്റെ കാരുണ്യം. അവൾക്ക് സഫറിനോട് വല്ലാത്ത മതിപ്പ് തോന്നിപ്പോയി. ആ മിഴികളപ്പോൾ നിറഞ്ഞുവോ. അന്ന് വൈകിട്ട് സൗദിയിൽ നിന്നും അൻവർ വിളിച്ചു. വളരെ സന്തോഷത്തിലാണ് കൊച്ചിക്ക എന്ന് ആസിയക്ക് മനസ്സിലായി. അൻവർ ആസിക്ക് മറ്റൊരു വാക്ക് കൂടി കൊടുത്തു. ഇക്കാക്കാടെ കാര്യമോർത്ത് നീ വിഷമിക്കേണ്ട. ഇക്കാക്കാക്ക് ഞാനുണ്ടല്ലോ. എനിക്ക് നല്ല സാലറിയുമുണ്ട്. കുറച്ച് മാസങ്ങൾ കൊണ്ട് കടങ്ങൾ തീരാവുന്നതേയുള്ളൂ. ഇപ്പോൾ മോളെ, ഞങ്ങളുടെ സ്വപ്നവും കടമയും നിന്റെ വിവാഹമാണ്. റൂബീനെ വിളിച്ചപ്പോൾ ആസിയെ അവളോടും വിവരങ്ങളെല്ലാം അറിയിച്ചു. അവൾ ആശ്ചര്യപ്പെട്ടു പോയി. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ എന്തായി മോളെ? റൂബീന പൊട്ടിച്ചിരിച്ചു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ അധികം വൈകാതെ നിനക്കൊരു രാജകുമാരൻ വന്നില്ലേ? പക്ഷേ ഒരു തിരുത്തുണ്ട്. നീ സ്വപ്നം കാണാൻ കൂട്ടാക്കാത്ത സ്വപ്നകുമാരനായിപ്പോയി. റൂബീനയുടെ ചിരി ഉയർന്നു. ഒന്ന് പോടി. ആസിയും ചിരിച്ചു. ഡി, എന്നാലും പുള്ളിക്കാരൻ നിന്നെ വിടാതെ പിന്തുടർന്ന് വന്നല്ലോ. റൂബീനാക്ക് പിന്നെയും അവളെ വിടാൻ ഉദ്ദേശമില്ല. ഹാ അതേടി. അത് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചു. ഫോൺ വയ്ക്കാൻ നേരം റൂബീന ഒരു നിരാശ പറഞ്ഞു. എനിക്ക് നിന്റെ കല്യാണം കൂടാൻ പറ്റില്ലല്ലോടി പെണ്ണേ.
സാരമില്ലടി, അതിൻ്റെ കൂടി 6 മാസം കഴിഞ്ഞ് നമുക്ക് നിന്റെ കല്യാണത്തിന് നികത്താലോ, ആസിയ റൂബീനായെ സമാധാനിപ്പിച്ചു. വിവാഹം അടുത്തു വരുന്നു. ആസിയും ഉമ്മായും താമസിക്കുന്ന വീട് 5 സെൻറ്റിൽ ഒതുങ്ങിയ ഒരു വാർത്ത വീടാണ്. അധികം സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല. തൻ്റെ പെങ്ങളുടെ കല്യാണം കുറവുകൾ വരാൻ പാടില്ല. സഫറിന് ഒരുപാട് ബന്ധുക്കളുണ്ട്. അവരൊക്കെ വരുമ്പോൾ സ്ഥല സൗകര്യങ്ങൾ കുറവായതിനാൽ മുഖം ചുളിക്കേണ്ടി വന്നിട്ടുണ്ട്. സഫറിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് വേണം അത് ചെയ്യുവാൻ. അനസ് കല്യാണത്തിനൊരാഴ്ച മുന്നേ വലിയൊരു വീട് വാടകയ്ക്കെടുത്തു. വാടക അല്പം കൂടുതലാണ്, എന്നാലും സാരമില്ല. അനസ് അതിലുറച്ചു. ഇതറിഞ്ഞ് സഫർ ആ വീട് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. പകരം തൻ്റെ മറ്റൊരു വീട്ടു ബംഗ്ലാവിൽ വെച്ച് കല്യാണവും റിസപ്ഷനും നടത്തുവാൻ വേണ്ടി അനസിനോട് അഭ്യർത്ഥിച്ചു. സഫറിന് അനസിനോട് ആവശ്യപ്പെടുവാൻ വേറെയും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അനസിക്ക, എനിക്ക് മറ്റൊരാഗ്രഹമുണ്ട്, അതുകൂടി നടത്തി തരണം. എന്താണ് സഫർ? എന്തായാലും പറഞ്ഞോളൂ, അനസ് പറഞ്ഞു. എൻ്റെ പെങ്ങൾ സെനയെ ഞാൻ നമ്മുടെ അൻവറിന് നിക്കാഹ് ചെയ്തു കൊടുത്തോട്ടെ. എൻ്റെ സെനക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ചെറുക്കനായിരിക്കും അൻവർ. അത് കേട്ട് അനസിന് അതിൽ കൂടുതൽ മറ്റൊരു സന്തോഷമില്ലായിരുന്നു. സനയ്ക്ക് വേണ്ടി അൻവറിനെ ആലോചിക്കാൻ തനിക്ക് പരിപൂർണ്ണ സമ്മതമെന്ന് അനസ് അറിയിച്ചു. ഇനി എനിക്ക് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിനും അനസിക്ക എതിര് പറയരുത്. എന്താണ് മോനെ, പറയൂ, അനസ് പറഞ്ഞു. എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഇവിടുത്തെ ഉമ്മായെ അങ്ങ് കൊണ്ടുപോന്നോട്ടെ. പക്ഷേ എനിക്ക് മാത്രമായി വിട്ടു തരണ്ടട്ടോ. ഉമ്മ നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അത് കേട്ട് അനസ് സന്തോഷത്തോടെ ചിരിച്ചു. ഇത്രയും നല്ലൊരു മരുമകനെ കിട്ടിയ എൻ്റെ ഉമ്മ ഭാഗ്യവതിയാണ്. അൽഹംദുലില്ലാ, അനസ് റബ്ബിനെ സ്തുതിച്ചു. ഇനി ഒന്നുകൂടിയുണ്ട്, സഫർ വീണ്ടും പറഞ്ഞു. അനസിക്ക എൻ്റെ സ്ഥാപനങ്ങളിലും ബിസിനസ്സുകളിലും എൻ്റെ ഒപ്പം നിൽക്കണം. ഇത് ഹാഷിമിന് പകരമായല്ല, എൻ്റെ സ്വന്തം ഇക്കാടെ സ്ഥാനത്ത് നിന്നുമാണ്. അനസിക്ക എനിക്ക് അളിയൻ്റെ സ്ഥാനത്തല്ല, എൻ്റെ സ്വന്തം ഇക്ക തന്നെയാണ്. സഫറിൻ്റെ സംസാരത്തിലെ ആത്മാർത്ഥത അനസിനെ വല്ലാതെ സ്വാധീനിച്ചു കളഞ്ഞു. മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ അനസ് വീണ്ടും പൂർണ്ണ സമ്മതം കൊടുത്തു. സഫറിനും വല്ലാത്ത സന്തോഷം തോന്നി. ഏകാന്തതയിലായിപ്പോയ തനിക്കിപ്പോൾ ഒരു ഉമ്മായെയും ഇക്കായെയും അനിയനെയും കൂടി കിട്ടി. അൽഹംദുലില്ലാ. ഇത് അനസിൽ നിന്നും അറിഞ്ഞപ്പോൾ ആസിയുടെയും ഉമ്മായുടെയും ഹൃദയം കൂടി നിറഞ്ഞുപോയി. തൻ്റെ കുടുംബം സ്വന്തം കുടുംബം പോലെ ഏറ്റെടുക്കുകയാണ് അദ്ദേഹം. അവൾ നന്ദിയോടെ ഓർത്തു. വിവാഹ ദിവസമെത്തി. അലങ്കാരപന്തലില്ലാതെ തന്നെ സഫറിൻ്റെ ഇരുനില ബംഗ്ലാവ് ഒരു രാജകൊട്ടാരം പോലെ പ്രൗഢമായിരുന്നു. വിശാലമായ യാർഡും ഗാർഡനുകളുമായിരുന്നു അവിടം. വിവാഹാലങ്കാരങ്ങൾ ആഡംബരമില്ലാതെ ലളിതമായിരുന്നു. കല്യാണം ലളിതമായിരിക്കണം, എന്നാൽ ആവശ്യങ്ങൾക്ക് ഒരു കുറവും വരരുത്. ഒരാളെയും ഒഴിച്ചു നിർത്തരുത്. എല്ലാവരെയും പങ്കെടുപ്പിക്കണം. അതായിരുന്നു സഫറിൻ്റെ തീരുമാനം. ആസിയുടെ ഇഷ്ടവും അതുതന്നെയായിരുന്നു. വിവാഹ ദിവസം തലേന്ന് സഫർ യത്തീംഖാനകളിലെയും അനാഥ മന്ദിരത്തിലെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണവും ഡ്രസ്സുകളും സീറ്റ്സുകളും വിതരണം ചെയ്തു. ആസിയുടെ മനസ്സറിഞ്ഞ പോലെയായിരുന്നു ആ ദാനധർമ്മവും. സഫറിൻ്റെയും ആസിയയുടെയും വിവാഹം എല്ലാവരുടെയും തൃപ്തിയാൽ വളരെ മംഗളമായി തന്നെ നടന്നു. ആസിക്ക് 2 പേരുടെ കുറവുകളിൽ വല്ലാത്ത വിഷമം തോന്നി. അവളുടെ കൊച്ചിക്ക അൻവറിനെയും കൂട്ടുകാരി റൂബീനായെയും വല്ലാതെ മിസ് ചെയ്തു. ആസിക്ക് ജോലിയിൽ പ്രവേശിച്ചിട്ട് 4 മാസം മാത്രമായതിനാൽ അൻവറിന് ലീവ് കിട്ടിയിരുന്നില്ല. എങ്കിലും 2 മണിക്കൂർ ഇടവിട്ട് അവൻ എല്ലാവരെയും വിശേഷം അറിയാൻ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. ഇശാ നമസ്കാര ശേഷം ആസിയെ സനയും ബന്ധുക്കളും കൂട്ടുകാരികളുമായ മാമാടെയും കൊച്ചുമ്മാടെയും മക്കളും വന്ന് വിളിച്ചുകൊണ്ടുപോയി. സനയെ ആസിക്ക് ഒരുപാട് ഇഷ്ടമായി. സഫറിൻ്റെ അതേ മുഖച്ഛായയാണ് അവൾക്ക്. സഫറിക്കാട് അതേ പുഞ്ചിരി. തൻ്റെ കൊച്ചിക്കാക്ക് ഇവൾ നല്ല മാച്ചായിരിക്കും, ആസിയ മനസ്സിലോർത്തു. വിവാഹ ആഭരണങ്ങളായി സഫർ ആസിക്ക് വേണ്ടി വാങ്ങിയിരുന്ന 500 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളിൽ ആവശ്യമുള്ളത് ലളിതമായി മാത്രമേ ആസിയ അന്ന് അണിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ മനോഹരമായ ഒരു പീച്ച് കളർ ലാച്ചയാണ് ആസിയെ അണിയിച്ചിരിക്കുന്നത്. എല്ലാവരും ആസിയെ ഒരു ഹൂറിയെപ്പോലെ അണിയിച്ചൊരുക്കി. മുഖത്തൊരു സുറുമയല്ലാതെ മറ്റൊരു മേക്കപ്പും ഇടാൻ ആസി അനുവദിച്ചില്ല. പീച്ച് കളർ ലാച്ചയിലും അതിന് ചേർന്ന ഓർണമെൻസിലും ആസിയുടെ സൗന്ദര്യം ഇരട്ടിയായി. 2ാമത്തെ നിലയിലെ ഗാർഡനാൽ മനോഹരമാക്കപ്പെട്ട ബാൽക്കണിയോട് ചേർന്നുള്ള റൂമിലായിരുന്നു മണിയറ ഒരുക്കിയിരുന്നത്. എല്ലാവരും കൂടി ആസിയെ മണിയറയിലേക്ക് തള്ളിവിട്ടു. ഡോർ തുറന്നു ചെല്ലുമ്പോൾ ഗംഭീരമായി അലങ്കരിച്ച മണിയറ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി ആസിയ. മണിയറ ശൂന്യമായിരുന്നു. ആസിയ ആ റൂമിൻ്റെ വിശാലമായ നീലക്കണ്ണാടി ജനലരികിൽ ചെന്നു നിന്നു. വില കൂടിയ ഭംഗിയുള്ള കർട്ടൻ ആസിയ വകഞ്ഞു മാറ്റി. കണ്ണാടി ഗ്ലാസിൽ കൂടി ആസി പുറത്തേക്ക് നോക്കി നിന്നു. ഇന്നത്തെ നിലാവ് ഏറ്റവും കൂടുതൽ നീലിമയാൽ ശോഭിക്കുന്നതായി അവൾക്ക് തോന്നി. ഇന്നെന്തേ ചന്ദ്രൻ ഇത്ര ശോഭ, നക്ഷത്രങ്ങൾക്ക് ഇത്രയും ഭംഗി? ജീവിതത്തിലെ യഥാർത്ഥ പ്രണയത്തിൻ്റെ തുടക്കം തൻ്റെ ജീവിതത്തിൽ ഇന്ന് വിരുന്നു വന്നതുകൊണ്ടാണോ? അതോ പടച്ചവൻ്റെ തൃപ്തിയാൽ അനുവദിക്കപ്പെട്ട ഈ പ്രണയത്തെ ഇതിനെയാണ് ശരിക്കും പ്രണയമെന്ന് വിശേഷിപ്പിക്കുകയാണോ? അതാണോ നിലാവിനും ഇത്ര സൗന്ദര്യം? അവൾ ആകാശം നോക്കി നിൽക്കെ പുറകിലൊരു കാൽപ്പെരുമാറ്റം മറിഞ്ഞു തിരിഞ്ഞു നോക്കി. സഫർ അവളുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ്. ആ കണ്ണുകളിലെ പ്രണയഭാവം കണ്ട് ആസി ആദ്യമായൊന്ന് പുഞ്ചിരിച്ചു. സഫറിൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം കുനിച്ചു കളഞ്ഞു. ആദ്യമായി ഒരു പ്രണയത്തെ അവൾ അറിയുകയായിരുന്നു. ആസിയുടെ വശ്യമനോഹരമായ പുഞ്ചിരി. സഫർ വീണ്ടും ആസിയെ തന്നെ നോക്കി നിന്നുപോയി. അവളുടെ സൗന്ദര്യം ഇരട്ടിയായിരിക്കുന്നു.
സഫർ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ആസിയ, നീ എത്ര സുന്ദരിയാണ്. ഈ സൗന്ദര്യത്തെ ഇന്നു മുഴുവൻ ഞാൻ ഒപ്പിയെടുക്കും. ആസിയുടെ മുഖം നാണത്താൽ ചുമന്നു തൊടുത്തു. അവൾ സഫറിൻ്റെ കയ്യിൽ നിന്നും നാണത്തോടെ കുതറിമാറി. ഹേയ്! സഫർ അവളെ നോക്കി മനോഹരമായി ചിരിച്ചു. എൻ്റെ പൊന്നെ, നാണം വരുമ്പോൾ നിന്റെ ഭംഗി ഇരട്ടിക്കുകയാണ്. സഫർ അവൾ നിന്ന ജനലരികിലായി സ്ഥാനമുറപ്പിച്ച ആട്ടുമഞ്ചലിൽ ഇരുന്നു കൊണ്ട് കൈ അവളുടെ നേർക്ക് നീട്ടി. ഇങ്ങ് വരൂ. അപ്പോൾ ഇളം റോസ് ജുബയിലും വെള്ള പാൻറ്റിലും സഫർ അതിസുന്ദരനായി ആസിക്ക് തോന്നി. ആസിയ മന്ദം അവളുടെ കൈ സഫറിൻ്റെ കൈവെള്ളയിൽ വെച്ചു. സഫർ ആ കൈകളെ പതിയെ ചുംബിച്ചുകൊണ്ട് ആസിയ തന്നിലേക്ക് അടുപ്പിച്ചു. ദേ നോക്കൂ ആസി, നീ ആ ചന്ദ്രനെ കണ്ടോ? ഇന്ന് പതിവില്ലാത്ത ശോഭയില്ല അതിന്. അവളുടെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സഫർ പുറത്തേക്ക് വിരൽ ചൂണ്ടി. അതെ, ആസി മറുപടി നൽകി. ഇങ്ങനെയൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. എന്നാൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്ന് അവസാനമായി നമ്മൾ കണ്ടു പിരിഞ്ഞ ശേഷം എല്ലാ ദിവസവും എനിക്ക് റബ്ബിനോട് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. എൻ്റെ സ്നേഹം സത്യമെങ്കിൽ, ജീവിതകാലം മുഴുവൻ നിന്നെ സ്നേഹിച്ച് ജീവിക്കുവാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണമേ എന്ന്. ഇന്നത് സത്യമായി. പടച്ചവനോട് എനിക്ക് എത്ര നന്ദിയുണ്ടെന്നോ. ആസി സഫറിനെ പ്രണയപൂർവ്വം നോക്കിയപ്പോൾ സഫറിൻ്റെ നനഞ്ഞ കണ്ണുകളിൽ വീണ്ടും പ്രണയം നിറഞ്ഞു. സഫർ ആസിയോട് അഭിമാനത്തോടെ അവളുടെ ചെവിയിൽ പ്രണയപൂർവ്വം മന്ത്രിച്ചു. ഇതാണ് സമാധാനത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും സത്യമായ പ്രണയം. ഇതാണ് പടച്ചവൻ അനുവദിച്ച പ്രണയം. ആസി, നീയായിരുന്നു യാഥാർത്ഥ്യം. ഹറാമായ പ്രണയത്തിന് പോകുന്നവർ നിന്നെ മാതൃകയാക്കട്ടെ. അപ്പോൾ പുറത്തെ നിലാവിന് ശോഭയേറി വരികയായിരുന്നു. സഫർ വീണ്ടും മന്ത്രിച്ചു. ഇതാണ് യഥാർത്ഥ പ്രണയം. ഇതുമാത്രമാണ് റിയൽ. നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ കഥയുമായി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തുന്നു. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. താങ്ക് യു.